ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഞാൻ നേരെ പോയ വഴിക്ക് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനെല്ലാം ഞാൻ പെട്ടെന്ന് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റ് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ലപോലെ കറി വയ്ക്കാനായിട്ട് ചിക്കനെല്ലാം നല്ലപോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാഷ് ചെയ്ത ചിക്കനെല്ലാം വെള്ളം തൊഴഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് വേസ്റ്റും കാര്യങ്ങളെല്ലാം പോകണമെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ടാണ് ചിക്കൻ എടുക്കാനുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി കാന്താരി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ചതച്ച് വെക്കണം. ഞാൻ കുക്കറിലാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് ചൂടായി വന്നപ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ച് കുറച്ച് സവാള ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വരണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സവാള ഇട്ടുന്ന കൂടെ തന്നെ കുറച്ച് ഉപ്പിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സവാള. അപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ലോ ഫ്ലെയിമിലാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം അതിനെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചത് ഇതുപോലൊരു കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ച് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം മസാലയെല്ലാം ചിക്കനിലോട്ട് പിടിക്കണം. അങ്ങനെ ലാസ്റ്റ് ഇതുപോലായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗരം മസാല അതിന് മണ്ടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലാതെ ഞാൻ അധികം അതിൻ്റെ കൂടെ തന്നെ ഇട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 വിസിൽ, ഒരു 3 വിസിൽ കിട്ടുന്ന ശേഷം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കുക്കറിലാകുമ്പോൾ തട്ടിക്കൂട്ട് കറിയല്ല, പെട്ടെന്ന് നമുക്ക് ആവുമല്ലോ കറി. അപ്പോൾ നന്നായിട്ട് വിശന്ന് സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞ് വേഗം പൊന്നൂസിന് ആദ്യം ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനായിട്ട് ബൈ ബൈ, സീ യു.